ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായി ഡേ ഇൻ അവർ ലൈഫൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്കത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് ലാസ്റ്റ് എടുക്കാമെന്ന് കരുതി. ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊഡക്റ്റീവ് ഡേ ആണെന്നൊന്നും കരുതണ്ട. കാരണം രാവിലെ ഞങ്ങൾ വെക്കേഷനൊക്കെ ആണെങ്കിലും അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്ന കാരണം എന്തായാലും എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിലോട്ട് പോകും. പിന്നെ അവിടെ ആയിരിക്കും കുറേ ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതുമല്ല അമ്മേൻ്റെ അച്ഛൻ്റെയും എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ ഞങ്ങൾ തന്നെയാണ് എടുത്ത് വെക്കുന്നതും. അതുമാത്രമല്ല, പിന്നെ ഇതിൽ പ്രൊഡക്റ്റീവ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിൽ പ്രൊഡക്റ്റീവായിട്ട് ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എക്സാമിന് മുമ്പ് എന്നും യോഗ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ വെക്കേഷൻ വന്നിട്ട് ഞങ്ങൾ ഒരിക്കൽ പോലും യോഗ ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇന്നാണ് റീസ്റ്റാർട്ട് ചെയ്തത്. ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം എന്നാണ്. യോഗയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്തോട്ട് വന്നപ്പോഴത്തേനും കിച്ചണിൽ അത്യാവശ്യം പണിയൊക്കെ അമ്മ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. ആകെ ദോശ ചുടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ അച്ഛനും ഉണ്ടാകാനുള്ളത് മാത്രം അപ്പോൾ തന്നെ കുറച്ച് ചുട്ടു. പിന്നെ അമ്മയ്ക്ക് കഴിക്കാനുള്ളതും. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ അമ്മേൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചുടാലോ എന്ന് കരുതി. എന്തായാലും ഞങ്ങൾ ഇപ്പോഴൊന്നും ബ്രഷ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇവർ പോയി കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനിരിക്കുള്ളൂ. എന്നാൽ പിന്നെ അതൊക്കെ അങ്ങ് ചെയ്ത് തീർത്തിട്ട് ഞങ്ങൾ ബാക്കി ചൂടാന്ന് കരുതി. അച്ഛനും അമ്മയ്ക്കുള്ളത് മാത്രം ചുട്ടിട്ട് ബാക്കിയൊക്കെ ചെയ്യാനായിട്ട് പോയി. അമ്മയ്ക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാനായിട്ടില്ല. കാരണം അമ്മയ്ക്ക് 10 മണിക്ക് ഉച്ചയ്ക്കൊക്കെ വീട്ടിൽ വന്ന് കഴിക്കാം. അടുത്ത് തന്നെയാണ് കമ്പനി. അച്ഛന് പക്ഷേ പണിസ്ഥലത്ത് പോകുമ്പോൾ ചോറും ചായക്കൊക്കെ കൊടുത്തു വിടണം. അപ്പോൾ അച്ഛനുള്ള ചോറും പിന്നെ കഴിക്കാനുള്ള ദോശയൊക്കെ ഞങ്ങൾ പ്ലേറ്റിലാക്കിയിട്ട് എടുത്തു വെച്ചു. ഇത് നമുക്ക് കിങ്ങിണി കൊടുക്കാം. കിങ്ങിണി അവിടെ വിശന്നിരിക്കുമായിരിക്കും. കിങ്ങിണി ബാ, കഴിച്ചോ. ഇതാണ് കിങ്ങിണി. കിങ്ങിണിക്ക് ഗ്ലൂവിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ബ്രഷ് ചെയ്യാനായിട്ട് പോയി. 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് അച്ഛനമ്മയൊക്കെ പണിക്ക് പോകും. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാൾ ബ്രഷ് ചെയ്യാൻ പോകുമ്പോൾ ഒരാൾ നിന്ന് അവിടെ ദോശ ചൂടും. പിന്നെ അടുത്ത ആൾ ബ്രഷ് ചെയ്യാൻ പോകുമ്പോൾ അടുത്ത ആൾ വന്ന് ദോശ ചൂടും. അങ്ങനെയുണ്ട് ഞങ്ങൾ ചെയ്യാറ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്ന് ഭക്ഷണം കഴിച്ചു. വെക്കേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഫോണും നോക്കിയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെറുതെ റീൽസ് നോക്കി കിടന്നു. നമുക്ക് കുളിക്കണം, എണ്ണ വരട്ടാം. ഇന്ന് ഡേ ഇൻ അവർ ലൈഫൊക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു സെൽഫ് കെയർ ആയിട്ട് ഫേസ് പാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാമെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ തീരെ മടിയില്ലാത്ത കൂട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾ എണ്ണ മാത്രം തേച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ പോയി കുളിച്ചിട്ട് വന്നു. അതിൻ്റെ ഒരു ചെറിയ ട്രാൻസിഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കുളി കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ രാസ്നാദിപ്പൊടി ഇടാറുണ്ട്. അത് മാത്രമല്ല, റീസെൻ്റായിട്ട് ഞങ്ങളിപ്പോൾ കണ്ണും എഴുതാറുണ്ട്. കണ്ണിൽ അഴുക്കൊക്കെ പോകാൻ കൺമഷി എഴുതുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എഴുതാറുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തുണി അലക്കാനും പോയി. പിന്നെ അമൃത താഴത്തെ പണിയൊക്കെ ചെയ്യാനും പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഫുഡ് കഴിക്കാൻ വന്നു. പിന്നെ ഞങ്ങളും പോയി ചോറ് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം വെറുതെ ഇരുന്നു. കാരണം വേറെ പണിയൊന്നുമില്ല. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് റീൽസ് എടുക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അത് ചെയ്യാനായിട്ട് റെഡി ആവാനായിട്ട് പോയി. ഒരു സാരി ലുക്കാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു ബ്ലൗസും ഉള്ളൂ. ഇതാണെങ്കിൽ ഇപ്പോൾ ടൈറ്റ് ആവാനും തുടങ്ങി. പിന്നെ അതെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് ഞങ്ങൾ നേരെ റെഡി ആവാനായിട്ട് പോയി. റെഡി ആവാനായിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് തന്നെ വെച്ച് ഐഷാഡോ പോലെ ഇട്ട് കൊടുത്തു. പിന്നെ കണ്ണെഴുതി, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് തന്നെ വെച്ചിട്ട് ബ്ലഷ് ഇട്ടു. ഞങ്ങളുടെ കയ്യിൽ ഒരു 3-4 ലിപ്സ്റ്റിക്ക് ഞങ്ങളൊരു ചീപ്പ് റേറ്റിന് മേടിച്ചിരിപ്പുണ്ടായിരുന്നു. അതിലാണെങ്കിൽ ഉപയോഗിക്കാത്ത ഷെയ്ഡ് 3-4 ഉണ്ട്. ഒരെണ്ണം മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. അത് തീരാറുമായി. ആ ഉപയോഗിക്കാത്ത ഷെയ്ഡാണെങ്കിൽ ബ്ലഷ് ഇടാൻ പറ്റിയ ടൈപ്പാണ്. അത് ഞങ്ങൾ ബ്ലഷായിട്ട് ഇട്ടു. കുറച്ച് നേരത്തേക്ക് ആയതുകൊണ്ട് ഈ സാരി ഞങ്ങൾ അങ്ങ് ഉടുക്കാൻ നിന്നില്ല. അതുമല്ല, ഞങ്ങൾക്ക് സാരി ഉടുക്കാനും അറിഞ്ഞൂടാ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനാണ് ഇതവിടെ വെറുതെ കുത്തി വെച്ചത്. അതാണ് അതിൻ്റെ ബാക്കി പോർഷനൊക്കെ കയ്യിൽ തൂക്കി വെച്ച് വെക്കുന്നത്.
റീലും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചായ വെക്കാനായിട്ട് പോയി. ഉച്ചയ്ക്ക് ഇവിടെ മധുരക്കിഴങ്ങും കൊണ്ട് ഒരുക്കി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ള കളറും പിന്നെ ആ ചുവപ്പ് കളറും ഉണ്ടായിരുന്നു. വെള്ള കളർ മധുരക്കിഴങ്ങ് ഞങ്ങൾ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അത് ആവിയേറ്റാനായിട്ട് വെച്ചു. ഇപ്പോഴാണെങ്കിൽ രാവിലെയൊക്കെ നല്ല വെയിലാണെങ്കിലും വൈകുന്നേരമൊക്കെ ആവാറാകുമ്പോൾ നല്ല മഴ പെയ്യും. അതുകൊണ്ട് മഴക്കാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അച്ഛനും വന്നപ്പോൾ ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.